ഈ മാങ്ങാ സീസണിൽ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂണും കൂടെ ഒക്കെ ആവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1/4 കപ്പിനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കി എടുത്തിട്ട് തിക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചിലപ്പോൾ നമ്മുടെ മൈദൊക്കെ എടുക്കുന്നതിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുമ്പോൾ ആ ഒരു പാലിൻ്റെ അളവിൽ മാറ്റം വരും. അത്രയാണ്. 1/4 കപ്പ് എന്തായാലും വേണ്ടി വരും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ ഒരു 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ജെൽ കളറാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല കേട്ടോ. കളറ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു കളർ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കളർ വേണമെന്നുള്ളവർക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ആവരുത്, 2 നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റിലേക്കൊക്കെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത്. നമ്മൾ ദോശയൊക്കെ ചുറ്റിച്ചെടുക്കുമല്ലോ, ആ ഒരു പാകത്തിലുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി ഇതുപോലെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതൊരു മീഡിയം ചൂടായിട്ട് വരുന്ന സമയത്ത്, നല്ല ചൂടാവണ്ട കേട്ടോ, ഒരു മീഡിയം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മാവ്, ഒരു 1/4 കപ്പ് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയ ദോശത്താവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ തവയാണെങ്കിൽ, ചെറിയ പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് അങ്ങ് പാൻ വെച്ചിട്ട് തന്നെ അങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. കനം കുറച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കതങ്ങ് തിരിച്ചിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കെടുത്ത് മാറ്റി വെക്കാം. അപ്പം ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും ചുട്ടെടുക്കാം. ഇനി ഒരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നല്ല തണുപ്പോട് കൂടിയിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൂ നമ്മൾ കരുതിയ പോലെ നല്ല സ്റ്റിഫായിട്ട് വരുള്ളൂ. അപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത്, നമ്മൾ കേക്കിലേക്കൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ നല്ല ക്രീം നല്ല സ്റ്റിഫായിട്ട് വരണം. ഇതുപോലെ സ്റ്റിഫായതിനു ശേഷം പിന്നെ നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ നല്ല പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. മധുരമുള്ള മാങ്ങ വെച്ചിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യണം. അത് ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ കനത്തിൽ വേണം കേട്ടോ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ദോശ ഉണ്ടല്ലോ, അത് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു നടുഭാഗത്തായിട്ട് ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് നീളത്തിൽ ചെറിയൊരു വലിപ്പത്തിൽ, അതായത് നമ്മുടെ ആ ഒരു മാങ്ങയുടെ പീസിൻ്റെ വലിപ്പത്തിൽ ഒന്ന് ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങയുടെ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ ക്രീം ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മാങ്ങ പീസ് കാണാത്ത വിധത്തിൽ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കുക. നല്ല ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം ക്രീം ഈ ഒരു അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ അതവിടെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങയുടെ പീസ് നമ്മുടെ ഒരു ദോശയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ക്രീമൊക്കെ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൂ നമുക്കിത് കറക്റ്റായിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ദോശ ചുട്ടെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് തിന്നായിട്ട് ആവരുത് ദോശ. തിന്നായിട്ടായി കഴിഞ്ഞാൽ അത് മറിച്ചിടുന്ന സമയത്തൊക്കെ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് തിന്നാവേണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് തിക്കായിട്ടും വേണ്ട. പിന്നെ നമ്മൾ ചെറിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ചുറ്റിച്ചെടുത്തിട്ട് ദോശ ചുട്ടെടുക്കാം കേട്ടോ. അത് ഒരു പാകത്തെ തിക്നെസ്സിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ എല്ലാ ക്രേപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി കിട്ടുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഉള്ളിലൊരു മാങ്ങയുടെ ഒരു മഞ്ഞ എന്നല്ല, നമ്മുടെ മാങ്ങക്ക് നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ. ആ ഒരു കളറും അതുപോലെ അതിൻ്റെ ചുറ്റുമായിട്ട് വൈറ്റും പിന്നെ മുകളിൽ യെല്ലോയും അങ്ങനെ വരുമ്പോൾ നല്ലൊരു കാണാനും ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാങ്ങ നല്ല മധുരമുള്ളതായിരിക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ക്രീം ക്രേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്